ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യൽ എന്താണെന്നറിയോ? പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് മക്രോണി പാസ്തയാണ് കേട്ടോ. അപ്പോൾ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ പാസ്ത ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി സൺഫ്ലവറും കൂടെ ഒഴിച്ചു കൊടുക്കുക. കൂടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുക. ചിക്കനും പാസ്തയും വരുന്ന സമയം കൊണ്ട് ഞാൻ മോനെ അംഗൻവാടിയിൽ നിന്ന് പോയി കൂട്ടിയിട്ട് വന്നു. ഇനിയാണ് പണി തുടങ്ങുന്നത്. ചിക്കൻ വേവിച്ച അതേ പാത്രത്തിൽ തന്നെ ബട്ടർ മെൽറ്റ് ചെയ്യുക. കുറച്ച് സൺഫ്ലവറും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇടുക. ശേഷം സവാള ഇട്ട് വഴറ്റുക. കുറച്ച് ചില്ലി ഫ്ലെക്സ് ഉപ്പ് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ സമയം കൊണ്ട് കുറച്ച് ക്രീം ഉണ്ടാക്കാം. പാലിൽ കുറച്ച് മൈദാപ്പൊടി കലക്കി കഴിഞ്ഞ് ഈ വഴണ്ടി വരുന്ന ഉള്ളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടെ കുരുമുളക് പൊടിയും ഒരു ചീസിൻ്റെ സ്ലൈസും കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ ഈ പാസ്ത വേവിച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ലൂസാക്കി എടുത്ത് വേവിച്ച് വെച്ച് ചിക്കനെ പിച്ചി ചീന്തി ഈ വൈറ്റ് സോസിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി മെയിൻ സാധനം പാസ്തയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചീസും കൂടെ വെച്ച് മെൽറ്റ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് ഇളക്കി ചൂടോടെ തന്നെ കഴിക്കണം. ചൂടോടെ തന്നെ മോനും കൊടുത്തു. നോമ്പ് തുറന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കഴിച്ചു. എന്തൊക്കെയുണ്ടെങ്കിലും ചോറ് കഴിച്ചാൽ എനിക്ക് കുറച്ച് സംതൃപ്തി കിട്ടും. അപ്പോൾ പാസ്ത മസ്റ്റ് ട്രൈ ചെയ്യുക. അടിപൊളിയാണ്. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇറ്റ്സ് മീ സജ്ന. സീ യു നെക്സ്റ്റ് ടൈം.